അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, മനസമാധാനം ലഭിക്കാൻ ജീവിതത്തിൽ പാലിക്കേണ്ട 6 ശീലങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. തിരക്കേറിയ ഈ ആധുനിക ലോകത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും എന്നാൽ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നതുമായ ഒന്നാണ് മനസമാധാനം. ഭൗതികമായ നേട്ടങ്ങളും സമ്പത്തും എത്ര ഉണ്ടായാലും മനസ്സിന് ശാന്തിയില്ലെങ്കിൽ ജീവിതം അർത്ഥശൂന്യമാണ്. സമാധാനം എന്നത് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും നാം വരുത്തുന്ന മാറ്റങ്ങളിലൂടെ കെട്ടിപ്പടുക്കേണ്ട ഒന്നാണ്. ജീവിതത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കുന്ന ചില പ്രായോഗികമായ മാർഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. സമാധാനമായിരിക്കാനുള്ള പ്രധാന മാർഗങ്ങളിൽ ഒന്നാമത്തെ കാര്യം വർത്തമാനകാലത്തിൽ ജീവിക്കുക എന്നതാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്നതും വരാനിരിക്കുന്നതിനെക്കുറിച്ച് അമിതമായി ആശങ്കപ്പെടുന്നതുമാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന പ്രധാന കാരണങ്ങൾ. ഇന്നിൽ ജീവിക്കാൻ ശീലിക്കുക, ഇത് സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയാണ്. ഇനി രണ്ടാമത്തെ കാര്യം പ്രതീക്ഷകൾ കുറയ്ക്കുക എന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും അമിതമായി പ്രതീക്ഷിക്കുമ്പോഴാണ് നിരാശയുണ്ടാകുന്നത്. നമ്മുടെ സന്തോഷം മറ്റൊരാളുടെ പ്രവൃത്തിയെ ആശ്രയിച്ചായിരിക്കരുത്. പ്രതീക്ഷകൾ കുറയുന്നത് മനസ്സിൻ്റെ ഭാരം കുറയ്ക്കാൻ സഹായിക്കും. ഇനി മൂന്നാമത്തെ കാര്യം ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും ശീലിക്കുക എന്നതാണ്. മറ്റുള്ളവരോടുള്ള ദേഷ്യവും വിദ്വേഷവും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് നമ്മുടെ തന്നെ സമാധാനം നഷ്ടമാക്കും. തെറ്റുകൾ ക്ഷമിക്കാനും അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് വിട്ടുകൊടുക്കാനും തയ്യാറായാൽ മനസ്സിന് വല്ലാത്തൊരാശ്വാസം ലഭിക്കും. ഇനി നാലാമത്തെ കാര്യം താരതമ്യം ഒഴിവാക്കുക എന്നതാണ്. മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുന്നത് അസൂയയുണ്ടാക്കാനും അസംതൃപ്തി ഉണ്ടാക്കാനും കാരണമാകും. ഓരോ വ്യക്തിക്കും അവരുടേതായ പാതകളുണ്ടെന്ന് നാം തിരിച്ചറിയണം. തനിക്കുള്ളതിൽ സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യണം. ഇനി അഞ്ചാമത്തെ കാര്യം പ്രകൃതിയോടൊപ്പം സമയം ചിലവഴിക്കുക എന്നതാണ്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ പ്രകൃതിക്ക് അഗാധമായ കഴിവുണ്ട്. ദിവസവും കുറച്ചു നേരം ശുദ്ധവായു ശ്വസിക്കാനോ നടക്കാനോ ചെടികൾക്കിടയിൽ സമയം ചിലവഴിക്കാനോ ശ്രമിക്കുന്നത് നമ്മുടെ മാനസികമായ സമ്മർദ്ദം കുറക്കാൻ അത് സഹായിക്കും. ഇനി ആറാമത്തെ കാര്യം ഡിജിറ്റൽ ലോകത്തിന് വിശ്രമം നൽകുക എന്നതാണ്. സോഷ്യൽ മീഡിയയിലെ അമിതമായ ഇടപെടലുകളും അനാവശ്യമായ വാർത്തകളും മനസ്സിനെ അസ്വസ്ഥമാക്കാറുണ്ട്. ഇടയ്ക്കിടെ ഫോണും ഇൻ്റർനെറ്റും മാറ്റിവെച്ച് സ്വന്തം ചിന്തകൾക്കായി സമയം കണ്ടെത്തുന്നത് സമാധാനം നൽകുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സമാധാനം എന്നത് ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് അതൊരു യാത്രയാണ്. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയും മറ്റുള്ളവർക്ക് നന്മ നൽകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിൽ സമാധാനം നിറയും. നെഗറ്റീവ് ചിന്തകളെ പടിക്ക് പുറത്താക്കി പോസിറ്റീവായ ഒരു മനോഭാവം വളർത്തിയെടുക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ലോകം മുഴുവനും സമാധാനം തേടുന്നതിനേക്കാൾ നല്ലത് സ്വന്തം മനസ്സിനെ ശാന്തമാക്കാൻ പഠിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.